ഹായ് ഗേസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കുമായി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഉച്ചയൂണാണ്. ഇതിനായി ആദ്യം ചോറ് തയ്യാറാക്കുക. ഇന്ന് ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും വറ്റമീൻ മുളകിട്ടതുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള പാവയ്ക്ക നന്നായി വൃത്തിയാക്കി 1/2 ഇഞ്ച് വലിപ്പത്തിൽ അരിഞ്ഞു വയ്ക്കുക. ഒരു 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകും അരിഞ്ഞെടുക്കുക. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും ചേർക്കുക. ചെറുതായി ഒന്ന് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് പാവയ്ക്കായും ചേർക്കുക. എല്ലാം കൂടി ഏകദേശം 90% വെന്ത് വരുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞതും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. തക്കാളി നന്നായി വെന്ത് വരുമ്പോൾ ഒരു നല്ല രുചിയേറിയ പാവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. കറിച്ചട്ടിയിൽ വറ്റമീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർത്ത് അടുപ്പിൽ വയ്ക്കുക. 18 മിനിറ്റിന് ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊതിയൂറുന്ന വറ്റമീൻ മുളകിട്ടത് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ചോറും പാവയ്ക്ക മെഴുക്ക് പുരട്ടിയതും വറ്റമീൻ മുളകിട്ടതും നാരങ്ങ അച്ചാറും കൂട്ടി ഉച്ചയൂൺ ഗംഭീരമായി. അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.